പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അഭിമന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും സഹോദരന്മാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും ആവർത്തിക്കുന്നത്. എനിക്ക് ആദ്യം ഇവിടെ കിട്ട വെളിപാടെന്ന് വെച്ചാൽ ബ്രദർ പറഞ്ഞത് കൃപയെക്കുറിച്ചാണ്. ദൈവീകത മാനുഷികതയിലേക്ക് ഇറങ്ങുന്ന ഒരു വലിയ അനുഭവം. അത് ബ്രദർ വെളിപ്പെടുത്തി തന്നു പറഞ്ഞാൽ, വലിയവനായ ദൈവം, ഈ ഭൂഗോളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ചെറിയവനായ നമ്മളിലേക്ക് കുനിഞ്ഞ് ഇറങ്ങുന്ന ഒരനുഭവം. കുനിയാകുമ്പോൾ എളിമപ്പെടുകയാണ്. അപ്പോൾ ആ കാണിച്ചു തന്ന അനുഭവം എന്ന് വെച്ചാൽ, നമ്മൾ താഴെ തട്ടി നിൽക്കുന്നു. മുകളിൽ നിന്നും വലിയവനായ ദൈവം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പാപിയായ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിലേക്ക്, അപ്പോൾ നമ്മളിഞ്ഞ് താഴെ നിൽക്കുന്നു, ദൈവം മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ദൈവം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സമത്വമായി തീരുന്നു. അപ്പോൾ ഈ താഴ്ന്ന നമ്മൾ ഇങ്ങനെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു ഒട്ടിച്ചേരലോട് ചേർത്ത് നിൽക്കുന്നൊരനുഭവം. സത്യത്തിൽ എനിക്ക് മുമ്പുകൊണ്ട് പ്രധാന ക്ലാസ്സിൽ ഒത്തിരി അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ആ സമരിയ വെള്ളം കോരുന്ന ആ സമയത്ത് അവിടെ സത്യത്തിൽ അതുവരെയും അവൾ പാപിനിയായിരുന്നു. അപ്പോൾ അവിടെ പഴയ ജീവിതം, അതായത് പഴയ ജീവിതം കളഞ്ഞുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അവിടെയെല്ലാം കാണപ്പെടുന്നത് അവളുടെ ആ പഴയ ജീവിതമല്ല, നമ്മളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ പലവിധ സംഭവങ്ങൾ ഇതിൽ കൂടി കടന്നു പോവുകയാണ്. പിന്നെ വളരെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഒരു കോളേജ് അധ്യാപകൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴേ നേരത്തെ ആ സ്കൂളിൽ കോളേജിൽ ഒരു പരീക്ഷയ്ക്ക് പോയപ്പോഴേ അവിടെ വെച്ച് കോപ്പി അടിച്ചപ്പോൾ ആ സാറ് കണ്ടപ്പോൾ അവിടെ ചെന്ന് ഒന്നും പറയാതെ അതിൻ്റെ അടുത്ത് ചെന്ന് ആ പറഞ്ഞ വലിയ വചനം, അത് സത്യത്തിൽ ആ വിവേകമില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ കുട്ടി അവിടെ പരീക്ഷ എഴുതത്തുമില്ലായിരുന്നു, അതിന് പുറത്താവുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ആ വിവേകത്തോട് ആ കുട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളിന്ന് സമൂഹത്തിൽ ഉന്നതയിലായി. അതവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമായി തീർന്നു. അങ്ങനെ ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബ്രദർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തൊണ്ടയുടെ ചെറിയൊരു അസ്വസ്ഥതയുള്ളതുകൊണ്ട്, ചെറിയ വിമർശനത്തിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു രണ്ടുപേര് പാട്ട് എൻ്റെ ഉള്ളിൽ വരുന്നു ബ്രദർ അനുവദിച്ച്. അതായത്, ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ നിൻ ഹൃദയത്തിനുള്ളിൽ, ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ യേശുവേ, ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ, ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ പറയൂ, നിൻ ഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. പാടിക്കേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഏകണമേ എന്നല്ല, ഏകുന്നു. ഇപ്പോൾ ഓൾറെഡി ആണ്. ഈ അവസ്ഥയാണോ ഇപ്പോൾ? ഈ അവസ്ഥയിലാണിപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു. നമ്മളിപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ദൈവരാജ്യത്തിലാണ് നമ്മൾ. അതാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങളെ. നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ ഇത് തന്നെയാണ് ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയത്. ആദവും ഹവ്വയും ദൈവത്തിൻ്റെ
ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു. പിശാച് വന്ന് പറയാണ്, നീ ഇത് ഭക്ഷിച്ചാൽ അങ്ങനെ ആകുന്നു. നമ്മളിപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെയും സൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇന്ന് നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാന നോക്കുക. ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയോടൊപ്പമായോ ഇല്ലയോ? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മളിപ്പോൾ എവിടെയാ പറയും? നമ്മളിപ്പോൾ സ്വർഗത്തിലാണ്, അഥവാ സ്വർഗത്തിൻ്റെ ഭൂമിയിലുള്ള ബ്രാഞ്ച് ഓഫീസിലാണ്. സ്വർഗത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ബ്രാഞ്ച് ഓഫീസിലാണ്. നമ്മൾ സ്വർഗത്തിലാണ്. ഇവിടെയാണ് നമ്മളെ വാക്ക് പറയണോണ്ട് ക്ഷമിക്കണം, നമ്മുടെ അജ്ഞത എന്ന് പറയണത്. ദൈവം ഇത്രയും നമ്മൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടും നമ്മളിപ്പോഴും സ്വർഗം തരണേ എന്നാണ്. നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ സകല വിശുദ്ധന്മാരോട് കൂടെയാണ്. നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തോടൊപ്പമാണ്. ഇതുണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്.